സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, പ്രതീക്ഷിച്ചിരുന്നത് സംഭവിക്കുകയാണ്. ബംഗാളിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഒരു വലിയൊരു കലാപശ്രമം ഉണ്ടായി. അസൻസോളിലാണ് നടക്കുന്നത്. നമുക്കറിയാം, അസൻസോൾ എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്. അവിടെ മതമൗലികവാദികൾ അഴിഞ്ഞാടുന്ന ഒരു പ്രദേശമാണ് അസൻസോൾ എന്ന് പറയുന്നത്. ബംഗാളിൽ അധികാരം മാറിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് വലിയ ചേഞ്ചാണ്. കാരണം ബംഗാളിൽ അധികാരം മാറിയപ്പോൾ രാജ്യത്തെ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശികൾക്കെതിരെ അവിടെയുള്ള മുഖ്യമന്ത്രിമാർക്ക് നടപടിയെടുക്കാൻ യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ ഇനിയിപ്പോ കലാപമല്ലാതെ മറ്റൊരു ശ്രമം ഇവർക്ക് നടത്താനില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കലാപം നടത്തി എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്നതും ഈ ഒരു ഉപദേശമാണ്. കാരണം നിങ്ങൾ കലാപം നടത്തുക, അല്ലെങ്കിൽ ഞങ്ങളും കൂടെ വരാം, ഞങ്ങളും കൂടെ ചേർന്ന് കലാപം നടത്താം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ബംഗ്ലാദേശിലും ധാക്കയിലടക്കം വലിയ പ്രതിഷേധമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസൻസോളിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു കലാപശ്രമം ഉണ്ടായി. അത് സക്സസ്ഫുൾ ആകുകയായിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് അത് ദോഷം ചെയ്തേനെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ വിഷയം? ഇതിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലുള്ള കലാപശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാനാകും ബംഗാളിലുള്ള സർക്കാരിന്? ഇപ്പൊ ആലോചിക്കുന്നു, കുറച്ചു ദിവസം മുമ്പ് ഞാനും ധനുഷും കൂടെ ഈ ചർച്ച നടത്തുമ്പോൾ ധനുഷിനോട് ചോദിച്ചു, ചേട്ടാ സുരക്ഷാധികാരിയൊക്കെ അധികാരത്തിലേറി, അവിടെ കലാപമൊക്കെ ഉണ്ടാകുമെന്ന് ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞില്ലേ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കലാപം ഉണ്ടാകും, അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. കലാപം ഉണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കരുതും ഇതൊക്കെ ഞാൻ ചുമ്മാ തള്ളിവിടുന്നതാണ്, ഇല്ലെങ്കിൽ ഞാൻ ജോത്സ്യനാണെന്നൊക്കെ കരുതും. ഒന്നുമല്ല. UP, ഞാൻ അതിനെ ഉദാഹരണമായി എടുക്കുന്നത് UP ആണ്. UP-യിൽ ശ്രീ യോഗി ആദിത്യനാഥ് സർക്കാർ 2017 അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം അവിടെ ഒരുപാട് നടപടികളിലേക്ക് കടന്നു. ഒരുപാട് കാര്യങ്ങൾ, അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി, ഉച്ചഭാഷികളുടെ സൗണ്ട് ഡെസിബിൾസ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി. വിദ്യാഭ്യാസ മേഖല, ഇതെല്ലാം നടക്കുമ്പോഴും അവിടെ കലാപം ഉണ്ടായിരുന്നു. ആ കലാപങ്ങളൊക്കെ അടിച്ചൊതുക്കി പതുക്കെ അവിടുത്തെ ജനങ്ങൾ ഇതിനോട് മനസ്സിലാക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് ശാന്തമായി തുടങ്ങിയത്. ബംഗാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ധനുഷേ, ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ഒരു ലക്കം ലഗാനുമില്ല. ആദ്യം കമ്മികൾ ഭരിച്ചു, നക്സലുകൾ പൂന്തു വിളയാടി, പിന്നെ കോൺഗ്രസ് ഭരിച്ച് കൊളവാക്കി, തൃണമൂൽ കോൺഗ്രസ് ഭരിച്ച് കൊളവാക്കി, അങ്ങനെ മതമൗലികവാദികളെയും ഭീകരവാദികളെയും ഒക്കെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് UP. ഇതിനേക്കാൾ ഭേദമായിരുന്നു. അവിടെ പോലും അനവധി കലാപങ്ങളുണ്ടായി. സരസ്വതി നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേർ, ഹോളിയുടെ അന്നേരം വെള്ളം വീണെന്ന് പറഞ്ഞ കലാപം, മറ്റേ കലാപം, എത്ര കലാപം ഉണ്ടായി യോഗി കയറി കഴിഞ്ഞ ശേഷം. ഇതൊന്നും പെട്ടെന്ന് നിൽക്കില്ല ഈ സാധനമൊന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ കേറാൻ കാത്തിരിക്കുക തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഈ കലാപം ഉണ്ടാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. അവരോട് പറഞ്ഞു വിടുന്ന കാര്യം എന്താണ്? നിങ്ങൾ കലാപം നടത്തി കഴിഞ്ഞാൽ ഇവർ ഭരണത്തിന് താഴെ പോകും, നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും, അങ്ങനെ ഇത് കുട്ടിച്ചോറാകും. നമ്മുടെ ഒരു ലോക്കൽ സുഡാപ്പിയുടെ ചിന്ത എന്താണോ അതാണ്. ഇപ്പൊ കേരളത്തിൽ UDF അധികാരത്തിൽ നിന്നപ്പോഴത്തേനും സുഡാപ്സിന്റെ പ്രൊഫൈൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അവർ പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യ, മോദിയെ താഴെ ഇറക്കും. അത് BD സതീശിനെ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്, മോദിയെ താഴെ ഇറക്കും. UDF കേരളം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇനി അവർക്ക് പിടിച്ചെടുക്കാനുള്ള വിരലെണ്ണാവുന്ന സ്റ്റേറ്റുകളൊന്നും കേരളമാണ്. അവർക്ക് 4-5 സ്റ്റേറ്റ് ഇനി BJP-ക്ക് ഭരിക്കാനുള്ളൂ. അതിലൊന്നെന്ന് പറയുന്ന പഞ്ചാബാണ്, മറ്റേത് ഹിമാചൽ പ്രദേശാണ്, ജമ്മു കാശ്മീരാണ്, തെലങ്കാനയാണ്, കർണാടകയാണ്, കേരളമാണ്, തമിഴ്നാടാണ്. 7 സ്റ്റേറ്റൂടെ ഉള്ളവർക്ക് പിടിക്കാൻ. ബാക്കി മർമ്മപ്രധാനമായി എല്ലാവരും പിടിച്ചെടുത്ത് അവരെയാണ് ഈ ഇവിടെ UDF കയറിയപ്പോൾ അത് വെച്ച് വെല്ലുവിളിക്കുന്നത്. ഓക്കെ, ഇതേ മാനസിക നിലയുള്ളവർ തന്നെയാണ് ബംഗാളിലും ഉള്ളത്. അവിടെ ഈ അനധികൃതമായി കുടിയേറി വന്നവരൊക്കെ അവരുടെ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു നീക്കി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ കെട്ടിടങ്ങൾ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർ വലിയ രീതിയിൽ പ്രശ്നം അവരുടെ പണ്ടോട്ടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ കലാപം ഉണ്ടാക്കുക, ബംഗ്ലാദേശിൽ നിന്നുള്ളവർ വരും. ഇത് പണ്ടോട്ടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. മറ്റേ ഈ സുഡാപ്പീസ് അവരുടെ ഇതിൽ പറയത്തില്ലേ, RSSകാരന് വീടറിയാം, വഴി അറിയാം, അവരെ കൊന്നൊടുക്കുക, RSSകാർ ആദ്യം കൊന്നൊടുക്കുക, പിന്നെ ഹിന്ദുക്കളെ നമ്മൾ അടിമകളാക്കും, അതിനുശേഷം 2047 നമ്മൾ ഭരിക്കും. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യം. അത് ഇവർക്ക് അറിയില്ല, ഇത് എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്നും ഒന്നും അറിയില്ല. ഞങ്ങൾ കൊന്നൊടുക്കും, തിന്നൊടുക്കും എന്നൊക്കെ പറയും. ഇത് പാവപ്പെട്ട ആളുകളെ എന്താണ് പറയുന്നത്, കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയായിരുന്നു UP-യിൽ നടന്നത്. അവിടെ പസ്മന്ത മുസ്ലിംസ് ആയിരുന്നു ഇതിന്റെ മുന്നിൽ നിരയിൽ നിന്നിരുന്നത്. ഈ പസ്മന്ത മുസ്ലിംസിന്റെ ഏരിയക്ക് ഇന്ന് BJP ജയിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ BJP-യുടെ പ്രവർത്തനം, അന്ന് നരേന്ദ്രമോദിയാണ് പസ്മന്ത മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിച്ചു. അത് നമ്മളിവിടെ ചർച്ച ചെയ്താണ്. എനിക്കൊന്ന് 2 വർഷമായിട്ടുണ്ടാകും, 3 വർഷമെങ്കിലായിട്ടുണ്ടാകും. പസ്മന്ത മുസ്ലിംകടയിലേക്ക് BJP ഇറങ്ങിച്ചെല്ലുന്നു. അവരോട് ചോദിക്കും, അവരൊക്കെ ചേരി കിടക്കുന്നവരാണ് കൂടുതലും പേര്. അതായത് ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്കുള്ള ഏറ്റവും പിന്നോക്കം കിടക്കുന്ന കാസ്റ്റാണ് ഈ പസ്മന്താസ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഈ യാദവരിൽ നിന്ന് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം യാദവർ എന്ന് തന്നെ അറിയപ്പെടുന്നു. പട്ടേലാണെങ്കിൽ പട്ടേൽ മുസ്ലിം, യാദവ്, ഇതെല്ലാം ആ സെപ്പറേറ്റ്. ജാട്ട് മുസ്ലിം, ഇങ്ങനെയൊക്കെ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. 27ഓളം പിന്നോക്ക വിഭാഗങ്ങളുണ്ട് അവിടെ തന്നെ, UP തന്നെ.
അപ്പം അവിടെയൊക്കെ പോയിട്ട് BJP-ക്കാർ വിവരങ്ങൾ ഇറക്കിയപ്പോൾ ഗ്യാസ് ഇല്ല, വെള്ളമില്ല, വീടില്ല, ഒരു കുന്തവും ഇല്ല. അപ്പൊ ഇത്ര നാൾ ഭരിച്ചിട്ട് വിവരം തന്നില്ലേ? ഇല്ല. അവരെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ലോൺ കൊടുത്തു, ഗ്യാസ് കൊടുത്തു, വീട് കൊടുത്തു, കക്കൂസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് തങ്ങളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു തങ്ങളുടെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം അവരുടെ നേട്ടത്തിന് വേണ്ടി തങ്ങളെ ഈ ചാവേറുകൾ ആക്കുകയായിരുന്നു. അവർക്ക് ബോധ്യം വന്നു. അപ്പോഴാണ് അവരിൽ നിന്ന് അകന്നു തുടങ്ങുന്നത്. അതുപോലെ തന്നെ മുസ്ലിംസിന്റെ അവിടുത്തെ എണ്ണം പറഞ്ഞ ഡോണുകളെ മുഴുവൻ വെടിവെച്ച് കൊന്നു. അങ്ങനെയാണ് അത് ക്ലിയർ ആക്കിയെടുത്തത്. അപ്പോഴാണ് അവർക്ക് ബോധം വെച്ച് തുടങ്ങിയത്. അതാ നമ്മുടെ കൂടെ സർക്കാരാണല്ലോ ഇത്. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളൊക്കെ രംഗത്ത് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ നരേന്ദ്രമോദി കൊണ്ടുവന്നത് ഈ അടിസ്ഥാനത്തിൽ. എല്ലാവർക്കും ഒപ്പമാണ് വികസനം, അല്ലാതെ ഇത് അവിടെ മാറ്റങ്ങൾ ഉണ്ടായത്. അതായത് മുസ്ലിം സമുദായത്തിൽ എല്ലാവരും വന്നു എന്നല്ല, ഒരു ചെറിയ വിഭാഗം പതുക്കെ BJP-യിലേക്ക് എത്തുന്നുണ്ട്. ബംഗാളിൽ നമ്മളത് കണ്ടതാണ്. പക്ഷെ ബംഗാളിലേക്ക് അത് എത്താൻ ഇച്ചിരി ടൈം എടുക്കും. കാരണം അവർ ഇത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് പശ്ചിമ ബംഗാൾ അൺസോണിൽ. അത് ജഹാംഗിരിയിലും കസായി മൊഹല്ലയിലും, ജഹാംഗിരി മൊഹല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈ ഒരു ബോധവൽക്കരണം, അതായത് ക്ഷേത്രങ്ങൾക്കും മസ്ജിദുകളോടും പറഞ്ഞു നിങ്ങൾക്ക് അനുവദനീയമായ ഡെസിബൽസ് ഉണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് പോലും ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് ഒരു ഡെസിബൽ ഉണ്ട്. അതാണ് ഈ ഉച്ചഭാഷണിയുടെ സൗണ്ട് കൂടി പോലീസിന് എപ്പോൾ വേണമെങ്കിലും ഈ മൈക്ക് ഓപ്പറേറ്റർ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ. കാരണം ഈ ഡെസിബൽ അളക്കുന്ന ഒരു സിസ്റ്റം ഇവരുടെ കയ്യിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഹോൺ, നമ്മുടെ വാഹനങ്ങളിലെ ഹോൺ, ആ ഹോൺ ഇത്ര ഡെസിബലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ MVDക്ക് അറസ്റ്റ് ചെയ്യാം നമ്മളെ. ഹോൺ ഇപ്പൊ ആരും വലിയ ഹോൺ വെക്കുന്നില്ല. പണ്ടൊക്കെ ഇങ്ങനായിരുന്നു. പണ്ടൊക്കെ എന്തോ ഒരു സൗണ്ടുള്ള ഹോണായിരുന്നു. ഇപ്പൊ അത് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉച്ചഭാഷകൾക്കുണ്ട്. ഇത് മഹാരാഷ്ട്രയിലാണ് ആദ്യം തുടങ്ങുന്നത്. രാജ് താക്കറെ ആയിരുന്നു ഇതിനുവേണ്ടി സമരം ചെയ്ത ആള്. MNSന്റെ മഹാരാഷ്ട്രയിൽ, നമ്മുടെ ഇങ്ങനെ ബാൽ താക്കറുടെ അനന്തരവൻ. അതിനുശേഷം പിന്നെ മഹാരാഷ്ട്രയിൽ നടപ്പാക്കി ഇത് പിടിച്ചെടുത്തു. UP ഇത് തുടങ്ങി പിടിച്ചെടുത്തു. ഇത് മസ്ജിദിൽ മാത്രമല്ല ധനുഷ പിടിച്ചെടുക്കുന്നത്, ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതൊരു പൊതു ശബ്ദ മലിനീകരണ വകുപ്പിൽപ്പെടുന്ന ഒരു കേസായത്. അതായത് ഈ മൈക്ക് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ഈ വെളുപ്പിനും വൈകുന്നേരം ഒക്കെ ഭയങ്കര സൗണ്ടിലായിരുന്നു പണ്ട് ഈ പാട്ട് വെച്ചോണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ നമ്മൾ കേൾക്കാൻ പറ്റില്ല. ഇന്ന് വളരെ അനുവദനീയമായ സൗണ്ടിലാണ്. ഈ കോളാമ്പി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇപ്പൊ ഇവിടുന്ന് പോയി. ഇനി UP വളരെ രസകരമായ ഒരു സംഭവം നടന്നു. UP-യിലും മഹാരാഷ്ട്രയിലും ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോളാമ്പി ആയിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത്. കോളാമ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലായിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലായിരിക്കും ചിലപ്പോൾ കാണുന്നത്. വലിയ നീളമൊക്കെ ഉള്ള ഒരു സാധനം കോളാമ്പി. അപ്പം ഇവന്മാരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മഹാരാഷ്ട്രയിലും UP-യിലൊക്കെ ഈ കോളാമ്പി അഴിച്ചിട്ട്, കോളാമ്പിടി ഇങ്ങനെ വാ തുറന്നിരിക്കും വളരെ നീളത്തിൽ. ഈ വാ ഭാഗം അഴിച്ചു കളഞ്ഞാൽ ഇതിന്റെ താഴെ ഒരു ഇതുണ്ടല്ലോ, ശബ്ദം കേൾക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ സ്നാപ്പി, ഇതിന്റെ പുറയിൽ. ഇത് എടുത്ത് ബോക്സിനകത്ത് വെച്ചിട്ട് ഇത് വെക്കാൻ തുടങ്ങി. പാട്ടും അതുപോലെ തന്നെ ബാങ്ക് വിളിയൊക്കെ നടത്താൻ തുടങ്ങി വെച്ചിട്ട്. അത് പിന്നെ പിടിച്ചു. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. മഹാരാഷ്ട്രയിലൊക്കെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം അവർക്ക് മനസ്സിലായി UP-യിൽ യോഗി ചെയ്ത വെച്ചാൽ ഈ യോഗി എന്ത് കാര്യങ്ങളും UP ചെയ്യുന്ന ഈ മതപണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിട്ട്. ആസാമിലും അങ്ങനെ ചെയ്യുന്നത്. ഇസ്ലാമിക മതപണ്ഡിതന്മാരെ വിളിക്കും, ഹിന്ദു മതപണ്ഡിതന്മാരെ വിളിച്ചിട്ട് പറയും ഇതാണ് നിയമം, അനുസരിച്ചോണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. UP-യിൽ ആ പിടിച്ചെടുത്ത ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം മൈക്കും മറ്റുമൊക്കെ സ്കൂളുകൾക്കാണ് അദ്ദേഹം കൊടുത്തത്. സ്കൂളുകൾക്ക്, ആരോഗ്യ വകുപ്പിനൊക്കെ കൊടുത്തു. അവർക്കൊന്നും മൈക്കില്ലായിരുന്നു. അത് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. അപ്പൊ ബംഗാളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണത്തിനായിട്ടാണ് ഈ ജഹാംഗിരി മൊഹല്ലയിലേക്ക് പോലീസും ഉദ്യോഗസ്ഥന്മാരും എത്തും. പെട്ടെന്ന് തന്നെ ജനം സംഘടിക്കുകയാണ്. അവരവിടെയുള്ള പോലീസ് ഔട്ട് പോസ്റ്റ് തകർക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരെ ഇഷ്ടികയ്ക്ക് എറിഞ്ഞ് ഓടിക്കുന്നു. വാഹനങ്ങളും കടകളും തീയിടുന്നു. തൊട്ട് പിന്നാലെ തന്നെ കസായി മൊഹല്ല എന്ന് പറയുന്നത് ഇതിനടുത്ത പ്രദേശത്തേക്ക് കലാപം വ്യാപിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താ എന്നുള്ളതാണ് ഇപ്പൊ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ സൈന്യത്തെ ഇവിടെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഒരു ബോധവൽക്കരണ പരിപാടി പെട്ടെന്ന് വലിയ ഒരു ജനക്കൂട്ടം അവിടെ എത്തുകയും ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് അത് മാറണമെങ്കിൽ വളരെ നേരത്തെ തന്നെ പ്ലാൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അത്. ഇങ്ങനെ ഒരെണ്ണം വരും, നമ്മൾ സംഘടിക്കണം. ചിലപ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, നിങ്ങള് ഇതിപ്പോ തടഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പള്ളി കാണില്ല, നാളെ നിങ്ങളെ തന്നെ അവർ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതാണ് പെട്ടെന്നൊരു ലഹളയിലേക്ക് മാറി. അതിപ്പോ അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു തുടക്കമാണ്. കാരണം ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ബംഗാളിൽ ചെയ്യാനുണ്ട്. അതൊക്കെ തുടങ്ങുമ്പോൾ ഇത് കണക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. തുടക്കത്തിലേ ഉണ്ടാകും, ഇത് UP-യിലും ഉണ്ടാകും. ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ കലാപം വരും എന്ന് ബംഗാളിൽ നമ്മൾ പറയാനുള്ള കാരണം ഇതാണ്. കാരണം പല സ്റ്റേറ്റുകളിലും ഇതിന് സമാനമാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ മോശമാണ് ബംഗാൾ. അപ്പൊ പിന്നെ സ്വാഭാവികമായി നമുക്കത് പറയാൻ കഴിയും. ഇനിയും ഒരുപാടുണ്ട്. അനധികൃത നിർമ്മാണം, ഈ അനധികൃത നിർമ്മാണത്തിലേക്കൊക്കെ കൈവച്ച് കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. ഈ ബുൾഡോസർ അങ്ങോട്ട് ഉരുണ്ട് തുടങ്ങുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ കലാപം ഉണ്ടാകും. നമ്മൾ ഡൽഹി കണ്ടിട്ടുള്ളതാണിത്.
ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബംഗാളിൽ കുറച്ചുകൂടി രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് നമ്മൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും. കാരണം അവരുടെ മനസ്സിലൊരു വലിയ പകയുണ്ട്. അവിടുന്ന് എല്ലാ ബംഗ്ലാദേശികളും നാട് വിട്ടു പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ അവർ ഇപ്പോഴും നിൽപ്പുണ്ട്, ഇനി ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗവും അവിടെയുള്ള മതമൗലികവാദികളും TMCയുടെ ഗുണ്ടകളും അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ഒതുക്കാൻ നടക്കത്തില്ല. ഇതൊരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സിംഗ് ആണ്, തുടർ പ്രക്രിയയാണ്. ഇതിപ്പം ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത സ്റ്റേജ് ഞാൻ പറഞ്ഞത്, ഇത് കണക്ക് കുറേയൊക്കെ സംഘർഷം കലാപം ഉണ്ടായി കഴിയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ വിളിക്കുന്ന യോഗത്തിലേക്ക് മതപണ്ഡിതന്മാർ പതുക്കെ എത്താൻ തുടങ്ങി. ഇപ്പോൾ അവർ മുഖം തിരിച്ച് നിൽക്കുകയാണ്, അവർ പതുക്കെ എത്തും. അവരെത്തിക്കഴിയുമ്പോഴത്തേക്കും വളരെ സ്മൂത്തായിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റും. ആസാമിൽ എന്തായിരുന്നു? ആസാമിൽ ഈ പുറത്തുനിന്നുള്ള ഈ മതപണ്ഡിതന്മാരെ കയറ്റണമെങ്കിൽ നിങ്ങൾ ഉറപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആസാമിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കെയർ ഓഫിലാണോ ഇവന്മാർ വരുന്നത്? അല്ല, ഞങ്ങൾക്ക് അറിയുക പോലുമില്ല. ഈ പള്ളി നിങ്ങളുടെ കീഴിലാണോ? അല്ല, ഞങ്ങൾക്ക് അറിയില്ല. ശരി, അപ്പൊ ഞങ്ങൾ തകർത്തോട്ടെ, 100% തകർക്കണം. അവരുടെ പെർമിഷനോടുകൂടി ചെയ്യുമ്പോഴത്തേന് കുഴപ്പമില്ല. ഇതില് തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ നല്ലത് നിങ്ങൾ എന്തുകൊണ്ടാ ചെയ്തത്, ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് വല്ലവനൊക്കെ അവിടെ മദ്രസയും കെട്ടി നടത്തുന്നത് ഞങ്ങളുടെ ഇതല്ല എന്ന് പറയും. ഞങ്ങളെ കൂടെ നാറ്റിക്കാനാണ്, കാരണം അവിടെ ഈ ഭീകരവാദമൊക്കെ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, ഞങ്ങളും കൂടെ ആണ് അതിൽ പെടുന്നതെന്ന് പറഞ്ഞു വരുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് യു പിയിൽ എന്തായിരുന്നു? അവിടെ ക്രമസമാധാന നിലയ്ക്ക് വേണ്ടി യോഗ ചെയ്ത പണി. 2 കൂട്ടരെ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഉണ്ടാകണം. അമ്പല കമ്മിറ്റി ഈ പ്രകടനം നടത്തുന്ന, ഈ ഹിന്ദു ഘോഷയാത്ര നടത്തുന്ന കമ്മിറ്റിക്കാരെല്ലാം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകണം. പള്ളിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലും ഉണ്ടാകണം. ഞങ്ങളുടെ പോലീസ് ഉണ്ടാകും. പോലീസ് വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ ഈ പരിപാടി നടത്തുന്നവരുടെ കംപ്ലീറ്റ് ഡേറ്റ, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ എല്ലാ വിവരങ്ങളും തന്നതിന് ശേഷം നടത്താവും. എന്തെങ്കിലും ഉണ്ടായാൽ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും, മൊത്തത്തിൽ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്തിക്കും. എന്തെങ്കിലും സംഭവിച്ച് അവിടെ ഒരു സംഭവം നടക്കുന്നില്ലല്ലോ. ഹിന്ദു ഘോഷയാത്ര പോകുമ്പോൾ ഈ ഘോഷയാത്രയുടെ സംഘാടകർ വന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കും. ആരും എറിയാനും പിടിക്കാനും ഒരു ശബ്ദം ഉണ്ടാക്കാനും പറയും. ഇപ്പൊ എന്തുകൊണ്ട് മുമ്പൊക്കെ DJ, മുമ്പ് നമ്മൾ ഒരുപാട് വാർത്ത നമ്മളും കൊടുത്തിട്ടുണ്ട്, ഈ DJ വെക്കുന്നത് വലിയ സംഘർഷത്തിന് കാരണമാകുമായിരുന്നു. ഈ പള്ളിയുടെ വാതിൽക്കടൊക്കെ പോകുമ്പോൾ ഇമാതിരി DJ വെച്ച് വലിയ സൗണ്ട് ശബ്ദം ഇതുണ്ടാകും. ഇപ്പൊ എന്താണ്, ഒരാൾക്കും UP-യിൽ DJ വെച്ച് വലിയ സൗണ്ട് DJ വെക്കണ്ടല്ലോ. എന്തുകൊണ്ടാണത്? ഇങ്ങനെയുള്ള കർശന നിലപാടെടുത്തു. 2 കൂട്ടരെയും വിളിച്ചു, നിങ്ങൾക്ക് എന്താ നടത്തേണ്ടത്? അത് ഞങ്ങൾക്ക് ദസറ ആഘോഷം നടത്തണം, ആ കുഴപ്പമൊന്നുമില്ല. ഇല്ലെ മെഹറം നടത്തണം, നമ്മളത്തേക്ക് കുഴപ്പമില്ല, പക്ഷെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ തന്നേക്കും, മര്യാദക്കായിരിക്കണം, അല്ലെങ്കിൽ നിന്റെയൊക്കെ കുടുംബം പോകും, അവന്മാർക്ക് പിന്നെ ഞങ്ങൾ വേറെ കൊടുത്തോളാം എന്ന് പറയും. ഹിന്ദുക്കളും ഇത് തന്നെയാണ് പറയാൻ തുടങ്ങിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിയുമ്പോൾ സംഭവം തീർന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു യുവമോർച്ചയുടെ നേതാവ്, ഒരു പീഡനക്കേസിലെ പ്രതിയായ യുവമോർച്ച നേതാവിന് യോഗി വെടിവെച്ച് വന്നത് ഇവിടെ. അതായത് 2 കൂട്ടർക്കും ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കാണിച്ചു കൊടുത്ത ഈ സിസ്റ്റം ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. ഗുജറാത്തിൽ അദ്ദേഹം അധികാരത്തിൽ ഏറി കഴിഞ്ഞപ്പോഴത്തേനും എക്സ്പ്രസ് ഹൈവേ വരണമായിരുന്നു. എക്സ്പ്രസ് ഹൈവേ വരുന്നതിന് പ്രധാന തടസ്സമായി നിന്നത് ഗുജറാത്തിലെ ഈ ഹൈവേ കടന്നു പോകുന്നതിന്റെ ഇരുവശവുമുള്ള ഹിന്ദു ആരാധനാലയങ്ങളും ഇസ്ലാമിക ആരാധനാലയങ്ങളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുമായിരുന്നു. അദ്ദേഹം നോട്ടീസ് കൊടുത്തു, പലവട്ടം പറഞ്ഞു മാറണം, ഇത് ഒരു രാജ്യത്തിന്റെ പുരോഗതി. കാരണം ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രക്കുകൾ, ഒരുപാട് കമ്പനികളുള്ള സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ നിന്ന് ട്രക്കുകൾ മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വഴിയൊരുക്കാനാണെന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. ശരി, വേണ്ട എന്ന് പറഞ്ഞു. ആദ്യം തന്നെ 174 ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആണ് തകർത്തത്. ബുൾഡോസർ വന്നു, ക്ഷേത്രങ്ങളെല്ലാം കൂടെ ഇടിച്ചു പൊളിച്ചു. ആദ്യം തന്നെ മോദി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ നല്ല സ്ഥലം തരാം, നിങ്ങൾക്ക് പണിയാനുള്ള പൈസയും തരാം, നിങ്ങൾ പണിതോ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, ഇടിച്ചു തരത്തി 174. പിന്നെ കാണുന്ന കാഴ്ച എന്തായിരുന്നു? അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ പള്ളി പൊളിച്ചുകൊണ്ട് പോയി. കാരണം സ്വന്തമായിട്ട് പള്ളി പൊളിക്കുകയാണെങ്കിൽ ഒരു ഗുണം കൂടെ ഉണ്ട്, ഇഷ്ടികയും കട്ടളയും കൂടെ എടുക്കാൻ പറ്റും. ബുൾഡോസർ വന്ന് ഇടിക്കുകയാണെങ്കിൽ അത് പറ്റത്തില്ല. കാരണം മോദി അതിനും വേറെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ഈ ഇഷ്ടികയും കട്ടളയും എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഈ റെയിൽവേയുടെ സിസ്റ്റം അങ്ങനെയാണല്ലോ. അപ്പം അതേ രീതിയിൽ വന്നു. ക്രിസ്ത്യൻസ് എന്ത് പറ്റി? അവരിച്ചിരി ബുദ്ധിമാന്മാരായിരുന്നു, അവന്മാർ നേരത്തെ തന്നെ മാറ്റി പുറകോട്ട്. അത് ക്ലിയർ ആയില്ല. അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് പോകുമ്പോഴേ പ്രശ്നമില്ലല്ലോ. ആദ്യം ഹിന്ദുവിന്റെ തന്നെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ സ്വയം പൊളിച്ചോണ്ട് പോയിക്കോളും. കട്ടളയെങ്കിലും കിട്ടുമില്ല, ഇഷ്ടിയെങ്കിലും പൊളിച്ചോണ്ട് പോകുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവരെ പൊളിച്ചോണ്ടു. ഇത് തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത്. പക്ഷേ ബംഗാൾ ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരും. ഇതുപോലുള്ള വാർത്തകൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.